നിങ്ങളോടോ അല്ലെങ്കിൽ എന്നോടോ ആരെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഭർത്താവ് മക്കൾ എന്നൊക്കെ ഞാൻ പറയുമായിരിക്കാം. ആരെങ്കിലുമൊക്കെ പറയും. 5 പേര് പറയാൻ പറഞ്ഞാൽ 5 പേരെയും നമ്മൾ പറയും, ആരെയെങ്കിലുമൊക്കെ പറയും. പക്ഷെ നമ്മളെന്തുകൊണ്ട് നമ്മളെ തന്നെ പറയുന്നില്ല? നിങ്ങളാണേലും ഇത് തന്നെ ചെയ്യും. നമുക്ക് നമ്മളെ ഇഷ്ടമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്? നമ്മുടെ എപ്പോഴും കൂടെയുള്ള, നമ്മളെ ഏത് സമയം എവിടെ പോയാലും ഏത് ദുരന്തത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ നമ്മുടെ കൂടെയുള്ള നമ്മളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. അല്ലാണ്ട് നമ്മളെ ആരിഷ്ടപ്പെടും? മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയൊന്നുമില്ല. മറ്റുള്ളവർ എന്തെങ്കിലും കാര്യത്തിന് ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് നമ്മൾ ചിന്തിക്കുക. അത് എത്രയാ സ്നേഹമാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് അവർ നേടിയെടുക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മളെ വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്താനാണ്? അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണോ? നമ്മളെ ഇഷ്ടപ്പെടുക. നിന്നെ എനിക്കിഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നമ്മളോട് തന്നെ പറയുക. നമ്മളൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുകയും തന്നെ ചെയ്യും. ഉറപ്പായ കാര്യമാണ്. നമ്മൾ മാറും. നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ നന്നാക്കി കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. നമ്മളെ അങ്ങ് പരമാവധി നമ്മളങ്ങോട്ട് മോട്ടിവേഷൻ നമുക്ക് കൊടുക്കുക. അല്ലാണ്ട് വേറെ ആരും പുറത്തുനിന്ന് നമുക്ക് മോട്ടിവേഷൻ തരില്ല. നമുക്ക് നമ്മളെ മാത്രമേ നന്നാക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മാത്രമേ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ആർക്കും നമ്മളെ എത്തിക്കാൻ സാധിക്കുകയില്ല. ഉറപ്പായ കാര്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോന്ന്. അപ്പം ആദ്യം തന്നെ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക. അതാണ് വേണ്ടത്. ഒത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെട്ടു നോക്കിക്കേ.